നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഈ സീസണിലെ അവസാനത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കും കഴിഞ്ഞു. ഇനി ഈ സീസണിനിടയ്ക്ക് ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇല്ല. അതായത് താരങ്ങൾ പൂർണ്ണമായിട്ടും ക്ലബ്ബുകളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിരീടങ്ങൾക്കായിട്ട് പോരാടുമെന്നർത്ഥം. ജൂൺ മാസത്തിലെ ഇനി ഇൻ്റർനാഷണൽ മത്സരങ്ങളുള്ളൂ. അതാവട്ടെ കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ അടക്കമുള്ള വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിനങ്ങളുമാണ്. അതിനു മുമ്പ് ഡൊമസ്റ്റിക് ലീഗും യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതായിരിക്കും ഇനി ക്ലബ്ബുകൾ ശ്രദ്ധിക്കുക. പ്രീമിയർ ലീഗിലെ കാര്യങ്ങൾ കൊഴുക്കുകയാണ്. കിരീട പോരാട്ടം കനക്കുന്നു എന്നർത്ഥം. ആഴ്സണലും ലിവർപൂളും സിറ്റിയും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 29ാം റൗണ്ട് മത്സരങ്ങൾ ഈ വീക്കെൻഡിൽ നടക്കുമ്പോൾ അതിപ്രധാനമായ മത്സരങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനം ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോരാട്ടമാണ്. കിരീട ഫേവറേറ്റുകൾ ആരാവും എന്നൊരു പക്ഷെ തീരുമാനിക്കപ്പെടുന്ന മത്സരം. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം പരിക്ക് അവരെ വേട്ടയാടുന്നുണ്ട്. അതെങ്ങനെ പെപ് ഗാർഡിയോളയും സംഘവും മറികടക്കും എന്നതിനനുസരിച്ചായിരിക്കും ഈ മത്സരത്തിൻ്റെ റിസൾട്ട് വരിക. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 28 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ആഴ്സണൽ എവിടെ നിൽക്കുന്നു, സിറ്റി എവിടെ നിൽക്കുന്നു, ലിവർപൂൾ എവിടെ നിൽക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്. ആഴ്സണലും ലിവർപൂളും ഒരേ പോയിന്റുമായിട്ട് നിൽക്കുമ്പോൾ ഒറ്റ പോയിന്റ് മാത്രം കുറവേ ഉള്ളൂ മാഞ്ചസ്റ്റർ സിറ്റിക്ക്. 28 കളികളിൽ നിന്ന് 20 വിജയവും 4 സമനിലകളും 4 തോൽവികളുമായിട്ട് 64 പോയിന്റോടെ ആഴ്സണൽ ഒന്നാമതാണെങ്കിൽ 28 കളികളിൽ നിന്ന് 19 വിജയവും 7 സമനിലകളും 2 തോൽവികളുമായി 64 പോയിന്റോടെ ലിവർപൂൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗോൾ ഡിഫറൻസിൽ ആഴ്സണൽ ഒന്നാമതാണ്. 46 ഗോൾ ഡിഫറൻസ്, +46 ആണ് അവരുടെ ഗോൾ ഡിഫറൻസ് എങ്കിൽ +39 ആണ് ലിവർപൂളിന്റെ ഗോൾ ഡിഫറൻസ്. സിറ്റി തൊട്ടു പുറകിലുണ്ട്. 28 കളികൾ, 19 വിജയങ്ങൾ, 6 സമനിലകൾ, 3 തോൽവികൾ. അവർക്കുമുണ്ട് 63 പോയിന്റുകൾ. അപ്പോൾ ചുരുക്കത്തിൽ സിറ്റി ആഴ്സണൽ മത്സരം നടക്കുമ്പോൾ ആഴ്സണലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ സിറ്റിക്ക് അവരുടെ മുകളിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എന്തായാലും ആഴ്സണലിന് തയ്യാറാവില്ല. തീ പറക്കുന്ന പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം. ഈ വീക്കെൻഡിലെ മത്സരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നാളെ വൈകിട്ട് 6 മണിക്കാണ് ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് വെസ്റ്റ് ഹാം യുണൈറ്റഡ് മത്സരമുള്ളത്. അതിനുശേഷം നാളെ 8:30 ചെൽസി ബേൺലിയുമായിട്ട് കളിക്കുന്നു. അതേ സമയത്ത് തന്നെ ഷെഫീൽഡ് യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്, ബേൺമൗത്ത് വേഴ്സസ് എവേർട്ടൺ, ടോട്ടൻഹാം വേഴ്സസ് ലൂട്ടൺ ടൗൺ മത്സരങ്ങളുണ്ട്. അതിനുശേഷം നാളെ രാത്രി 11 മണിക്കാണ് ആസ്റ്റൺ വില്ല വോൾസുമായിട്ട് കളിക്കുന്നത്. നാളെ രാത്രി തന്നെയാണ് ബ്രെൻഫോർഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ 1:30 ആ കളി. പിന്നെ ഞായറാഴ്ച വൈകിട്ട് 6:30 ലിവർപൂളിൻ്റെ മത്സരം. ബ്രൈറ്റനോടാണ് അവർ ഏറ്റുമുട്ടുന്നത്. വിജയിക്കുക, 1ാം സ്ഥാനത്തേക്ക് കയറുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. എന്നാൽ സിറ്റി വേഴ്സസ് ആഴ്സണൽ മത്സരം തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. അത് 9 മണിക്കാണ്, ഞായറാഴ്ച രാത്രി 9 മണിക്കാണ്. അതോടുകൂടി വീണ്ടും പ്രീമിയർ ലീഗ് ടേബിളിൽ മാറ്റങ്ങൾ വരും. എന്ത് സംഭവിക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു ഘട്ടമാണിത് എന്നർത്ഥം. ഗോളടിയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 1ാം സ്ഥാനത്ത് ഏർലിംഗ് ഹാലൻഡ് തന്നെ തുടരുകയാണ്. 18 ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമതാണ്. 16 ഗോളുകളുമായിട്ട് ഒലി വാറ്റ്കിൻസ് രണ്ടാമതും. പിന്നെ ഡൊമിനിക് സൊളാങ്കെ, മുഹമ്മദ് സലാ എന്നിവര് 15 ഗോളുകളുമായിട്ട് തൊട്ടു പുറകിലുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.